പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. ഞാറു കുത്തി കേറി വരുമ്പം എന്നാലും തമ്പ്രാഞ്ഞ തേണ്ടലാണ്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുഞ്ഞാരപ്പാട്ടൊന്ന് പാടാമോ? അക്കണ്ടം കണ്ടം നട്ടു ഞാൻ മേലെ വിത്താക്കി കളിയിൽ നമ്മുടെ താത്തമാരും അമ്മമാരൊക്കെ നട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അരി. ഇങ്ങനെ നട്ടിട്ടാ കണ്ടോ, ഇതിങ്ങനെ നട്ടിട്ടാണ് ചേട്ടൻ ഇങ്ങനെ നട്ടിട്ടാണ് കണ്ടോ, ഇങ്ങനെ നട്ട അതങ്ങനെ നോക്ക് കേട്ടോ, ഇങ്ങനെ നട്ടിട്ടാണ് അരി ഉണ്ടാക്കുക. ഇത് എങ്ങനെയാണ് ഇത്രയും വലുതായത് അറിയോ? ഇത് നെല്ലായിരുന്നു, ചെറിയ നെല്ലുമണി കണ്ടിട്ടുണ്ടോ? ആ നെല്ലുമണിയെ ചേട്ടൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് മുളപ്പിച്ചിട്ട് കണ്ടത്തിൽ കൊടുത്തിട്ട് വെതറിട്ടിട്ട് ഇതേപോലത്തെ ചെടിയാവും. അപ്പൊ ഇത് ചെടിയായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിയായി ചോറാവാം. ഉമ്മ അവരൊക്കെ ചോറ് വെച്ചതല്ലേ, അത് എങ്ങനെയാണ് സാധനം? ഞാൻ ഇതിന് എന്തുണ്ടാക്ക? ചോറെന്താ ചെയ്യാ? 3 മാസമാണ് വെരി ഗുഡ് കതിരാവാനുള്ള വളർച്ച. കതിരാവണ വളർച്ച കഴിഞ്ഞാൽ പിന്നെ 2 മാസം കൂടി വേണം. 4-5 മാസമാണ് കതിരായി വിളഞ്ഞു വരാൻ. അപ്പോൾ വിളഞ്ഞു വന്നിട്ടാണ് നമ്മൾ മെഷീനിട്ട് കൊയ്യുക. അപ്പോഴേക്കും ഇതിനെ വെള്ളമൊക്കെ വാർത്ത് വിട്ട് നിലം ഫ്രൈ ആക്കി ഇടണം. ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി എന്നിട്ടാണ് മെഷീനിൽ കൊയ്ത് നെല്ല് നമ്മൾ സപ്ലൈക്കോന് കൊടുക്കുന്നതും വൈക്കോല് നമ്മുടെ പശുക്കൾക്കും നാട്ടിലുള്ള പശുക്കൾക്കൊക്കെ വൈക്കോല് കൊടുക്കാൻ റോളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കും. ഭാര്യ, എൻ്റെ ഏറ്റവും വലിയ സംഗതി എൻ്റെ ഭാര്യയാണ്. കാരണം വെച്ചാൽ ഇതിന് ഫുൾ സപ്പോർട്ട്. കാര്യങ്ങൾ വെച്ചാൽ ഒരു പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുന്നേരണം, ഇതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം, പേപ്പർ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പാടത്താണെങ്കിലും ഒക്കെ അവൾ പഞ്ചായത്തിൽ അവരൊക്കെ പോയിട്ട് അവളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഭാര്യ ഭർത്താവും രണ്ടാളും തോളോട് തോളൊത്ത് നിന്നാലേ ഇതൊക്കെ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് വരിക. കാരണം വെച്ചാൽ ഇതിന് വാസനയും താല്പര്യവും വേണം. ഞാൻ പറയണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം, കുട്ടികളെ ഈ സംഗതി എന്താണെന്നുള്ളത് അറിയിക്കണം. അവർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അരി ഉണ്ടാവണത്, ഇത് എങ്ങനെയാണ് നട്ടിട്ടുണ്ടാവണത്, ഇത് എത്രയോ കർഷകന്മാർ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി വരുന്ന ഈ മണ്ണിൽ നമ്മൾ സ്വന്തം മണ്ണിൽ ഉണ്ടാക്കി വരുന്ന ഈ അരി എന്ന് പറഞ്ഞ അന്നം, ഈ അന്നത്തിനെ നമ്മുടെ ചെറിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കന്നെ വേണം. ഇത് നശിച്ചുകൊണ്ടിരിക്കുക ലോകം. അതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഇനി ഉണർന്നാലേ നമുക്ക് അരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടാക്കിയ അരി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ.